സ്വഭാവം നന്നാവാൻ 100 രൂപ പള്ളിക്ക് സ്വതക്ക കൊടുക്കുന്നു. ദ്വാരക്കണേ, നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് ദ്വാരക്കും. ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വേറെ കടലാസിലൊരു എഴുത്ത് വരും, ഉസ്താദേ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ 1000 രൂപ പള്ളിക്ക് ദ്വാരക്കാണ്. ഇങ്ങനെയാണ്. പക്ഷെ ഒരാൾ ഇന്നേവരെ വന്നിട്ട് പറഞ്ഞിട്ടില്ല, ഉസ്താദേ എൻ്റെ സ്വഭാവം നന്നാവാൻ എൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റം മോശമാണ്, എൻ്റെ ഭർത്താവിനോടുള്ള ഇടപെടലുകൾ മോശമാണ്, അതൊന്ന് നന്നാവാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്നവർ വളരെ കുറവാണ്. നമ്മളൊന്ന് നന്നായാൽ മതി. നന്നാവണമെന്നൊന്നുമില്ല, ഒന്ന് തോറ്റു കൊടുത്താൽ മതി. എന്നാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും തീരും. തോറ്റു കൊടുക്കുക. ആര്? ആ മാപ്പിളല്ല, എല്ലാവരും അപ്പുറം ഇപ്പുറം തോറ്റു കൊടുക്കുക. തോറ്റു കൊടുത്താൽ വിജയിക്കുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ, അത് ദാമ്പത്യ ജീവിതമാണ്. മറിച്ച് നമ്മൾ തോറ്റു കൊടുക്കൂല. ഒന്നിങ്ങോട്ട് പറയുമ്പോൾ 2 അങ്ങോട്ട് പറയും. അതോടുകൂടി ജീവിതം കുളം തോന്നും. ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ ദേഷ്യം പിടിച്ചപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടാണ്ട് ഓഫീസിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോൾ ഭർത്താവിന് മനസ്സിലായി വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ടല്ലേ വന്നേ, അപ്പോൾ ഓളൊന്ന് സന്തോഷിപ്പിക്കണ്ടേ, കണക്കം തീർക്കണ്ടേ. ഫോണെടുത്ത് ഓഫീസിൽ നിന്ന് ഇയാൾ വിളിച്ചിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ല എന്താണ് തിന്നാനുണ്ടാക്കിയേ? ഭാര്യൻ്റെ ദേഷ്യം തീർന്നിട്ടില്ല കേട്ടോ. ഭാര്യ എന്താ പറഞ്ഞതറിയാം, വിഷം കലക്കി വെച്ചിട്ടുണ്ട്. അന്നേരം തന്നെ ഭർത്താവ് പറഞ്ഞു, നീ കുടിച്ചിട്ട് കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അന്നേരം ഈ ഭാര്യ പറഞ്ഞു, ഞാൻ മരിക്കണല്ലോ നിങ്ങൾക്ക്, ഇന്ന് വാ ഞാൻ കാണിച്ചു തരാം. പിന്നെ അന്നത്തെ ദിവസം പോയില്ലേ. ഇത് പ്രശ്നം എന്താ അറിയാം, നമ്മൾ തോറ്റു കൊടുക്കൂല. 1 അവൾ പറഞ്ഞാൽ 2 നമ്മൾ തിരിച്ചു പറയും. 2 അവൾ പറഞ്ഞാൽ 4 നമ്മളത് തിരിച്ചു പറയും. പിന്നെ എവിടെയാ ദേഷ്യം തിരിയാ? തോറ്റു കൊടുക്കാത്ത കാലത്തോളം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അവളൊന്ന് പറഞ്ഞാൽ സാരമില്ല, എൻ്റെ ഓളല്ലേ, എൻ്റെ ഭാര്യയല്ലേ, കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ തന്നെ പ്രശ്നം തീരും. വേറെ ഭാര്യയും ഭർത്താവും തമ്മിൽ ദേഷ്യം പിടിച്ച് അവർ 2 പോരൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇയാൾ അങ്ങനെ പുറത്തൊന്നും പോക്കില്ല. ഈ പോരൻ്റെ ഉള്ളിൽ തന്നെ കഴിയുമ്പോഴാണ് പണക്കം കൂടുതൽ. സാധാരണ എല്ലായിടത്തും അങ്ങനെ കണ്ടുവരാറുള്ളത്. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പരങ്ങി കഴിയുകയാണെങ്കിൽ മിക്കവാറും കുഴപ്പം തന്നെയായിരിക്കും. അതിൽ ദേഷ്യം പിടിച്ച് ഭാര്യയും ഭർത്താവും മിണ്ടാണ്ടെന്ന് അയാൾക്ക് മിണ്ടണമെന്ന് താല്പര്യമായി. പക്ഷെ എന്ത് പറഞ്ഞിട്ടായി മിണ്ടാൻ തുടങ്ങാൻ? അന്നേരം കാണാൻ ഇവള് പുതിയൊരു മാക്സി എടുത്തിട്ടിടുന്നുണ്ട്. അന്നേരം തന്നെ ഇയാൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു, പുതിയ മാക്സിയിലൊക്കെ കേടത്തേക്കാണ്. പക്ഷെ ഭാര്യയ്ക്ക് ദേഷ്യം തീരുന്നില്ല. ഇല്ല, അവൾ അന്നേരം തന്നെ പറഞ്ഞു നരകത്തിലേക്കാണ്. എടുത്തേക്കാൻ ചോദിച്ചപ്പം പറഞ്ഞു നരകത്തിലേക്കും. അന്നേരം തന്നെ ഇയാൾ പറഞ്ഞു, എന്നാൽ ഈ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ എൻ്റെ സലാം പറഞ്ഞു. അന്നേരം ഇവള് പറഞ്ഞ്, എൻ്റെ ഉപ്പിയും നരകത്തിലാണ്, നിങ്ങൾ ഉപ്പിയും നരകത്തിൽ. അപ്പിച്ചങ്ങായി എൻ്റെ ഉപ്പാനും ഉമ്മാനും നരകത്തിലാക്കാൻ നീ ഞാൻ കൊടുത്തൊറ്റടി 10 ദിവസത്തേക്ക് പിന്നെ തീരെ മുണ്ടിയിട്ടില്ല. ഞാൻ അതാ പറഞ്ഞത്, 1 പറഞ്ഞ് 2 തിരിച്ചു പറയാൻ നിന്ന കുടുംബത്തിന് സന്തോഷം ഉണ്ടാവില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭർത്താവല്ലേ, സാരമില്ലാന്ന് തീരുമാനിക്കുന്നിടത്ത് പ്രശ്നം തീരും. സാരമില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് പ്രശ്നം തീരും. അങ്ങനെ തീരുമാനിക്കാൻ എന്താ പ്രശ്നം? നമ്മളെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാ? നമ്മളെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാണ്? പഠിച്ചോന. ഇങ്ങനെ മിണ്ടൂല, ഞാൻ പറ. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാ? വിഷമമൊന്നുമില്ലല്ലോ. എനിക്കെന്താ വിഷമം? അങ്ങനെ ചോദിച്ചാ അതുകൊണ്ട് തന്നെ നീ പറഞ്ഞു, എനിക്ക് അള്ളാഹു എളുപ്പത്തിൽ മംഗലം ശരിയാക്കട്ടെ. ലാസ്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ പേര് ഞാൻ പറയാം, എനിക്ക് തന്നെ പറയാം. ഇപ്പം പറയണ്ട, പോട്ടെ. ഏതായിരുന്നാലും ഇനി നിങ്ങൾ മറുപടി പറ. സാലി നല്ല ഉറക്കം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. പിന്നെ ഭാര്യയുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാ? ഭർത്താവാണ്. ഭർത്താവിന്റെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാ? ഭാര്യയാണ്. പരസ്പരം നന്നായിട്ട് അറിയാം. പിന്നെ എന്തിന് നാണം, പിന്നെ എന്തിന് പ്രശ്നം? അതിന് മുമ്പ് ഒരു ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ അയൽവാസികൾ ചുറ്റും ഇരുന്നിട്ട് ദിക്റുചൊല്ലി കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഭാര്യ അടുക്കളയിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ മരിക്കാൻ കിടക്കുന്ന ഭർത്താവ് ഉറക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയൽവാസികൾക്ക് സന്തോഷമായി, കാരണം ഇയാൾ ദിക്റും ചൊല്ലിയിട്ടല്ലേ മരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അടുക്കളയിൽ നിന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇയാളിപ്പൊന്നും മരിക്കൂല. അപ്പൊ അയൽവാസികൾ ചായന്താ നിങ്ങൾ മരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഇയാളിപ്പോ ദിക്റെല്ലാം ചൊല്ലുന്നില്ലേ? ഉണ്ട്. അങ്ങനെ ദിക്റെല്ലാം ചൊല്ലിട്ട് മരിക്കേണ്ട ആളെന്നല്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
ആ ഭാര്യക്ക് നമ്മളെ സ്വഭാവം അറിയുന്ന പോലെ ലോകത്ത് ഒരാൾക്കും അറിയില്ല. ആ ഭാര്യയുടെ മുന്നിൽ എന്തിനാണ് തോറ്റുകൊടുക്കാൻ ഒരു മടി? ആ ഭർത്താവിന്റെ മുന്നിൽ സാരമില്ലെന്ന് ചിന്തിക്കാൻ എന്താണ് മടി? സാരമില്ലെന്ന് ചിന്തിക്കുന്നിടത്തെല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലാഹുവേ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ.